എല്ലാ കൂട്ടുകാർക്കും മനു അനിമയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നല്ല തക്കാളി ഉപയോഗിച്ച് നല്ല ഒന്നാം തരം സ്പൈസി ആൻഡ് ടാങ്കി ആയിട്ടുള്ള ടൊമാറ്റോ പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റോട് കൂടി തയ്യാർ ചെയ്തെടുത്തിരിക്കണം നമുക്ക് നോക്കാം. ഈ ഒരു പിക്കിൾ നിങ്ങൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ചോറിനൊപ്പം മാത്രമല്ല കേട്ടോ, ഇഡ്ഡലിയോടൊപ്പം ദോശയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. പക്ഷേ അതിന് മുമ്പായി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ആളൊന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു പിക്കിൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ തക്കാളിയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 20 എണ്ണം എടുത്താൽ മതിയാവും. ഇതിപ്പോൾ നാടൻ തക്കാളിയാണ്, വളരെ ചെറിയതാണ്. അപ്പോൾ ഞാനെന്തായാലും ഇത് മുഴുവനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചതാണ്. ഇനി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത്. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെരടിയ ശേഷം നമുക്കിതൊന്ന് പാനിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുണ്ടോ, വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല, അത് തക്കാളിയുടെ ആ ഒരു ജ്യൂസ് തന്നെയാണ്. അപ്പോൾ ഇതെന്തായാലും നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. മൂടി ഉപയോഗിച്ച് ഒന്ന് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നോക്കൂ, നമ്മുടെ തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തോട്ട് ഞാൻ നാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ് അളവിൽ ഇത് എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം തന്നെയാണ് ഞാൻ ഇതിനകത്തോട്ട് പുളി ചേർത്ത് കൊടുക്കുന്നത്. പുളിക്ക് പകരമായിട്ട് നമുക്ക് ഏറ്റവും അവസാനം വിനാഗിരി വാങ്ങിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി പുളിവെള്ളത്തിൽ കിടന്ന് നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ എണ്ണയൊക്കെ മുകളിൽ തെളിയുന്ന ആ ഒരു രീതിയുണ്ട്, അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. പുളിയൊക്കെ നന്നായി തിളച്ച് ആ തക്കാളിയിലൊക്കെ നല്ല രീതിയിലൊന്ന് പിടിച്ച് വരണം. ഈ ഒരു സമയം മൂടി തുറന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടോ, നമ്മുടെ തക്കാളിയൊക്കെ നന്നായി പുളിവെള്ളത്തിൽ കിടന്ന് വെന്ത് നല്ല പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട്. ഞാൻ അടച്ചു വെച്ച സമയത്ത് തന്നെ ഒരു 2-3 തവണ തുറന്ന് തവി ഉപയോഗിച്ച് നന്നായി ഉടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുണ്ടോ, നമ്മുടെ ലൈറ്റായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പുളിവെള്ളത്തിൽ കിടന്ന് നമുക്ക് ഈ ഒരു തിക്ക് രീതിയിൽ തന്നെയാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളൊരു മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ ഇതെന്തായാലും ഇവിടെ ഇരിക്കട്ടെ. ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടണം അത്, അപ്പോഴാണ് അത് ശരിയാകത്തുള്ളൂ. പിന്നെ ഞാൻ തൊലിയോട് കൂടി തന്നെയാണ് ഇത് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ആദ്യമേ തന്നെ ചൂടുവെള്ളത്തിലിട്ട് തൊലിയൊക്കെ ഒന്ന് വേർപെടുത്തിയ ശേഷം മിക്സിയിലിട്ട് അരച്ചിട്ട് പിന്നീട് നമുക്കിതുപോലെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ഞാൻ തൊലി കളയാതെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റിലൊന്നും വ്യത്യാസമൊന്നും വരത്തില്ല. ഇനി മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. എന്തായാലും നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി വേണ്ടത് വേറൊരു പാനിനകത്തോട്ട് 1 സ്പൂൺ അളവിൽ ഉലുവ ചേർക്കാം. ഇതേപോലെ 1 സ്പൂൺ അളവിൽ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ഒന്ന് തണുത്ത ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റായിട്ട് പൊടിച്ചു കൂടി എടുക്കണം. അപ്പോൾ ഈ കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിക്കുന്നതാണ് ഈ ഒരു പിക്കിളിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ മസാലയാണിത്. ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ കടുകും ഉലുവയും കൂടെ ഞാൻ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടി 1.5 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1/4, ആവശ്യത്തിനുള്ള ഉപ്പും. ഇത് ഇത്രയും നമ്മൾ ഈ പൊടികളൊക്കെ കൂടെ നമ്മൾ ഈ തക്കാളിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ ആ ഒരു റോസ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒരു 10 മിനിറ്റ് നേരം എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഞാൻ ചെറിയൊരു പീസ് ശർക്കര കൂടെ ചേർക്കുന്നുണ്ട്. ശർക്കര കൂടെ ചേർക്കുന്ന സമയത്ത് ഈ ഒരു പിക്കിളിൻ്റെ സ്വാദ് ഒന്നുകൂടി ഒന്ന് ഇരട്ടിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അതോടൊപ്പം തന്നെ പൊടികളുടെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി വരണം. ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്.
10 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് ഇടുമ്പോഴത്തേനും നമ്മുടെ പൊടികളുടെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇവിടെ ഇരിക്കട്ടെ. ഇനി വേണ്ടത് നമുക്കൊന്ന് കടുവറുത്ത് പാരണം. അതാണ് ഈ പിക്കിളിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. കടുവറുക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പാനിനകത്തോട്ട് 3 സ്പൂൺ അളവിൽ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടായി വന്നു കാണുമ്പോൾ ഇതിനകത്തോട്ട് 1 സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ഒരു നുള്ള ജീരകം ചേർത്താൽ മതിയാവും, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. പിന്നെ വേണ്ടത് 3 വറ്റൽമുളക് നെടുകെ കീറിയത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയുമായി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് 8-9 അല്ലി വെളുത്തുള്ളി കൂടെ നെടുകെ കീറിയത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. വെളുത്തുള്ളി കൂടുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെന്തായാലും വെളുത്തുള്ളി നല്ല ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനോടൊപ്പം തന്നെ 1 സ്പൂൺ അളവിൽ കായത്തിൻ്റെ പൗഡർ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. കായും വെളുത്തുള്ളിയൊക്കെ നല്ലെണ്ണ കിടന്ന് മൂക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ കായത്തിൻ്റെ പൊടി മറക്കാതെ ചേർക്കണം. പിന്നെ ഇതെല്ലാം നല്ല ബ്രൗൺ കളറിൽ ആവുന്ന വരെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് നല്ല രീതിയിൽ മൊരിഞ്ഞു എന്ന് കാണുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ പിക്കിളിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ കടുവറുത്ത് പാരാൻ പോവുകയാണ്. ആ നല്ലെണ്ണയോട് കൂടി നമ്മൾ ഈ തക്കാളിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയും കായൊക്കെ തക്കാളിയുടെ എല്ലാ വശത്തും വരുന്ന വിധത്തിൽ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. ചൂടാറിയ ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു കണ്ടെയ്നറിൽ നമുക്കിത് മാറ്റി വയ്ക്കാവുന്നതാണ്. നല്ല ചുടുചോറിനോടൊപ്പം 1 സ്പൂൺ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലിയോടൊപ്പം ദോശയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം സൈഡ് ഡിഷാണ്. അപ്പോൾ തക്കാളിയൊക്കെ ലഭ്യമാവുന്ന അവസരങ്ങൾ ഇതുപോലെ ഒരു നല്ലൊരു പിക്കിൾ തയ്യാറാക്കി നോക്കുക. ഇതുവരെ നിങ്ങൾ ഇതുപോലെ തയ്യാർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. തയ്യാറാക്കിയ ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയും പുതിയ നാടൻ വിഭവങ്ങളുമായിട്ട് വരാം. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.